നക്ഷത്രങ്ങൾ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ പോലും ഏതൊരു മനുഷ്യനും ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയും വീക്ഷിക്കുന്ന ഒരു പ്രപഞ്ച അത്ഭുതമാണ് സ്റ്റാർസ്. എത്ര കണ്ടാലും മതിവരാത്ത പല നിറത്തിലും പല രൂപങ്ങളിലും പല പേരുകളിലും പേരുകളില്ലാതെയും അങ്ങനെ എത്രയെത്ര കോടാനുകോടി നക്ഷത്രങ്ങളാണ് അല്ലേ? ഒരിക്കൽ പോലും ഈ ഒരു സ്റ്റാറുകളുടെ ഉത്ഭവം അതിൻ്റെ ആയുസ് എല്ലാം ചുമ്മാ പോലും ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. എന്നാലും എവിടെ നിന്നായിരിക്കും ഈ സ്റ്റാറുകളുടെയൊക്കെ ജനനം? നെബുലകൾ. എന്താണ് നെബുലകൾ? ബഹിരാകാശത്തെ പൊടിയും വാതകവും നിറഞ്ഞ ഒരു ഭീമാകാരമായ മേഘമാണ് നെബുല. ചില നെബുലകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നെബുലകൾ ഒരു സൂപ്പർനോവ പോലെ മരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാറുകളുടെ സ്ഫോടനത്താൽ പുറന്തള്ളപ്പെടുന്ന വാതകത്തിൽ നിന്നും പൊടിയിൽ നിന്നും വരുന്നു. പുതിയ സ്റ്റാറുകൾ രൂപപ്പെടാൻ തുടങ്ങുന്ന മേഘങ്ങളാണ് മറ്റ് നെബുലകൾ. എല്ലാ നക്ഷത്രങ്ങളും നെബുലകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. സ്റ്റാറുകളെ സംബന്ധിച്ച് അനേകായിരങ്ങൾ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ അവ തിളങ്ങുന്നുണ്ടെങ്കിലും ശാശ്വതമായി ഒരു നിലനിൽപ്പില്ല എന്നാണ് മറ്റൊരു സത്യം. ഒരു സ്റ്റാറിൽ കാലക്രമേണ സംഭവിക്കുന്ന മാറ്റങ്ങളും അതിന്റെ ലൈഫിന്റെ അവസാന ഘട്ടവും ഒരു നിശ്ചിത സ്റ്റാറിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു സ്റ്റാറിന്റെ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ കാമ്പിലെ ന്യൂക്ലിയർ റിയാക്ഷൻ മൂലം എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അതുവഴിയാണ് നക്ഷത്രങ്ങൾ പ്രകാശമാനമാകുന്നത്. ഈ ഘട്ടത്തെ മെയിൻ സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഒരു സ്റ്റാറിന്റെ കൃത്യമായ ആയുസ് അതിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. വളരെയധികം മാസ്സുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം വേഗത്തിൽ ഉപയോഗിക്കുന്നു. ഇതിനർത്ഥം അവ ഏതാനും ലക്ഷം വർഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നാണ്. ചെറിയ നക്ഷത്രങ്ങൾ കൂടുതൽ സാവധാനത്തിൽ ഇന്ധനം ഉപയോഗിക്കുന്നു. അതിനാൽ ചെറിയ നക്ഷത്രങ്ങൾ നിരവധി ബില്യൺ വർഷങ്ങൾ പ്രകാശിക്കും. ഒരു സ്റ്റാറിനുള്ളിലെ ന്യൂക്ലിയർ റിയാക്ഷൻ പവർ നൽകുന്നത് ഹൈഡ്രജൻ ആണ്. അങ്ങനെ ഒടുവിൽ ക്രമേണ ഹൈഡ്രജനും തീർന്നു തുടങ്ങുമ്പോൾ നക്ഷത്രം അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. എല്ലാ സ്റ്റാറുകളും വികസിക്കുകയും തണുക്കുകയും നിറം മാറുകയും ചുവന്ന ഭീമനായി മാറുകയും ചെയ്യുന്നു. അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു സ്റ്റാറിന്റെ മാസിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഫ്യൂഷൻ റിയാക്ഷന് ശേഷം നക്ഷത്രത്തിന്റെ മിക്ക വസ്തുക്കളും പൊട്ടിത്തെറിക്കുകയും ബഹിരാകാശത്തേക്ക് സ്കാറ്റർ ചെയ്യുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ആ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്റ്റാറിന്റെ കോർ ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്ന ഒരു സിംഗുലാരിറ്റി അല്ലെങ്കിൽ ന്യൂട്രോൺ നക്ഷത്രമായി മാറുന്നു. ചെറിയ സ്റ്റാറുകൾ പൊട്ടിത്തെറിക്കുന്നില്ല. പകരം അവയുടെ കോറുകൾ ചുരുങ്ങുകയും വെളുത്ത കുള്ളൻ എന്നറിയപ്പെടുന്ന ചൂടുള്ള നക്ഷത്രങ്ങളായി മാറുകയും ചെയ്യുന്നു. കൂടാതെ സൂര്യനേക്കാൾ ചെറുതായ മറ്റു നക്ഷത്രങ്ങളെ എന്തും കത്തിക്കാൻ സഹായിക്കുന്ന മതിയായ മാസ് ഇല്ലാത്തതിനാൽ അവയുടെ പ്രാഥമിക ക്രമത്തിൽ ഒരു ചുവന്ന തിളക്കം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ഈ ചുവന്ന കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കോടിക്കണക്കിന് അല്ലെങ്കിൽ ട്രില്യൺ വർഷങ്ങൾ കത്തുന്ന ഏറ്റവും പ്രശസ്തമായ നക്ഷത്രങ്ങളായി അവ കണക്കാക്കപ്പെടുന്നു. ഒരു നക്ഷത്രം ജനിക്കുകയും ജീവിക്കുകയും നശിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ്. ഒരു നക്ഷത്രം നിലനിൽക്കുന്നതിനും മരിക്കുന്നതിനും ഈ ഘട്ടങ്ങളെല്ലാം വളരെയധികം പ്രധാനമാണ്. അതിനാൽ ഈ ഘട്ടങ്ങൾ ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിളായി കണക്കാക്കപ്പെടുന്നു. ഒരു നക്ഷത്രം അവ വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, അവ എല്ലായ്പ്പോഴും നമ്മുടെ സൗരയൂഥത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ അടുത്ത തവണ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ഭീമാകാരമായ വസ്തുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാറിന്റെയും നമ്മുടെ സൗരയൂഥത്തിന്റെയും ലൈഫ് സൈക്കിൾ എത്രമാത്രം ഗംഭീരവും അത്ഭുതവും നിറഞ്ഞാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.